മുംബൈയിൽ മലയാളി വീട്ടമ്മയെ സ്വന്തം ഫ്ളാറ്റിൽ അവശനിലയിൽ കണ്ടെത്തി. ആഹാരവും മരുന്നുമില്ലാതെ മുറിവുണങ്ങാത്ത കാലുമായി പുഴുവരിച്ചു കിടന്നിരുന്ന 55-കാരിയെ സന്നദ്ധ പ്രവർത്തകർ എത്തിയാണ് രക്ഷിച്ചത്. അതേസമയം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായവരും മറവി രോഗത്താൽ തെരുവിലായ മലയാളികളടങ്ങുന്ന വയോധികരുടെ കഥയും ആശങ്ക ഉയർത്തുന്നതാണ്. കഴിഞ്ഞ 20 വർഷമായി കല്യാണിലാണ് മഞ്ജുള അയ്യർ താമസിക്കുന്നത്. തൃശ്ശൂരിൽ കുടുംബപേരുള്ള മഞ്ജുള മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതം. I have been staying in Kalyan for 20 years. After I got divorced, my papa bought a flat for me adjacent to my brother-in-law. He was looking after me, and then now he passed away. ബന്ധുക്കളാരും മുംബൈയിലില്ലെന്നാണ് മഞ്ജുള പറയുന്നത്. One sister is in Ottapalam, Kerala. One sister is in America, Cincinnati, and one brother is in London. മഞ്ജുള താമസിക്കുന്ന സൊസൈറ്റിയിലെ ചെയർമാനാണ് ശീലാശ്രമത്തിന്റെ സഹായം തേടുന്നത്. അദ്ദേഹം നമ്മളെ ഇൻഫോം ചെയ്തു, ഇങ്ങനൊരു പേഷ്യൻ്റ് ഉണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നതല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അവർ ഒരു 2 മിനിറ്റിൻ്റെ നമ്മളെ കാണിച്ചു. വീട്ടിലാരുമില്ല, പ്രത്യേകിച്ച് ഒരു മലയാളിയും കൂടെ ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു സ്നേഹം കൂടെ തോന്നി. ഫ്ളാറ്റിൽ ചെന്ന് കണ്ടപ്പോൾ മഞ്ജുള അവശ നിലയിലായിരുന്നു. ചെന്നപ്പോഴാണ് ഒരു വളരെ പതറ്റിക് കണ്ടീഷനിലാണ്. ഇവരെ രക്ഷിച്ചേ ഒക്കത്തുള്ളൂ. ഫൗൾ സ്മെൽ, ഒരു മനുഷ്യർക്കും അവിടെ കയറി ചെല്ലാകത്തില്ല. ഇവർ ആഹാരമൊന്നും കഴിക്കുന്നേ ഇല്ല. ഇവർ വല്ലപ്പോഴും പുഴുവരിച്ച കാലും വെച്ചു നടന്ന് വെളിയിൽ റോഡിൽ പോയിട്ട് വടാപ്പ ഒരെണ്ണം വാങ്ങിക്കും. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒറ്റപ്പെട്ട ജീവിതങ്ങൾ വലിയ ആശങ്കയാണ് ഉയർത്തുന്നതെന്ന് പാസ്റ്റർ ഫിലിപ്പ് പറയുന്നു. ഇപ്പോഴ് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വിവിധ ഭവനങ്ങളിൽ പെട്ടുകിടക്കുന്നതായിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടി കിടക്കുന്ന, സഹായം ലഭിക്കാതെ കിടക്കുന്ന ഒത്തിരി റിപ്പോർട്ടുകൾ സീലിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ്ഡ് റൂം ആയതുകൊണ്ട് പബ്ലിക് കാണുന്നില്ല. തെരുവിൽ കിടക്കുന്നവരെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വിളിച്ച് പറയാനൊക്കും. പക്ഷേ ഇവരെ അടഞ്ഞ മുറിക്കകത്ത് സ്മെല്ലിൻ്റെ അകത്ത് കിടന്ന് ആഹാരമില്ല, ഒരു വടാപ്പാവിന് പോലും സാധ്യതയില്ലാതെ കിടക്കുന്ന ഒത്തിരി പേര് ഈ പട്ടണത്തിൽ കാണും. പിന്നെ സൊസൈറ്റിയിലുള്ള ആളുകൾ അലേർട്ടായിട്ട് ജീവിത സായനത്തിൽ നിസ്സഹായാവസ്ഥയിലായവർക്കും അഭയകേന്ദ്രമാണ് ശീലാശ്രമം. ഇല്ല, ഞാൻ ടൈലറായിരുന്നു, തുണിപ്പണി ചെയ്തിരുന്നു. ഇപ്പം എനിക്ക് നടക്കാനോ ഒന്നും പറ്റില്ല, കണ്ണ് കാണുന്നില്ല. ഓർമ്മ നഷ്ടപ്പെട്ട് തെരുവിൽ അലഞ്ഞു നടക്കുന്ന മലയാളികളടക്കമുള്ളവർ ഇവിടെയുണ്ട്. തോമസേട്ടൻ പറയുന്നത്, തോമസേട്ടൻ്റെ ഓർമ്മയിൽ ഗൺസോളി ഞാൻ വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അടുത്തെങ്ങും ഒരു വീടും ഒന്നുമില്ല. ഉല്ലാസ്നഗറിൽ ചർച്ചിൽ പോകാൻ വേണ്ടി പോയതാണ്. നിലവിൽ 400ഓളം അന്തേവാസികൾക്ക് അഭയം നൽകിയ ആശ്രമം ഇതിനകം 514 പേർക്കാണ് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ തുണയായത്. നിരാലംബർക്ക് ആശ്രയമായ ശീലാശ്രമത്തിൽ നിരവധി പേരാണ് പ്രതീക്ഷയോടെ ഉറ്റവരെയും കാത്തിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.